ദി ഡേ ഓഫ് ദി ജാക്കൽ, ഡയറക്ടഡ് ബൈ ബ്രയൻ. ഈ ഒരു സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല സാധനം. അത് 2024 റിലീസ് ചെയ്ത ഒരു വെബ് സീരീസ് ആണ്. പക്ഷേ 2024 വെച്ചിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാനുള്ള കാരണം ദി പെൻഗ്വിൻ എന്ന് പറഞ്ഞ വെബ് സീരീസ് 2024 റിലീസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ 2 ഡെഫിനറ്റ്ലി ദി ഡേ ഓഫ് ദി ജാക്കൽ എന്ന് പറഞ്ഞ ഒരു സീരീസിന് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അത്രക്ക് ഗംഭീര സാധനം. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇതിന്റെ പ്ലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നൈപ്പർ ഉണ്ടല്ലോ, ഈ സ്നൈപ്പർ ആൾക്കാരെ, അതായത് ഹിറ്റ്മാൻ എന്നൊക്കെ പറയല്ലേ, നമ്മൾ പൈസ മേടിച്ചിട്ട് സ്നൈപ്പർമാർ പോയിട്ട് അവരെ ആരെ കൊല്ലേണ്ടത് അവരെ പോയി കൊല്ലണ ഒരു പരിപാടി ഉണ്ടല്ലോ. അത് ആ ആളെ പിടിക്കാൻ വേണ്ടി വേറെ ഒരു ബിയാൻക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഈ ഒരു സ്നൈപ്പറിന്റെ പിന്നാലെ പോണതാണ്. അതാണ് ഈ ഒരു വെബ് സീരീസ് എന്ന് വെച്ചാൽ അതാണ്. പക്ഷെ ഇത് ഞാൻ ഈ പറയുന്ന സമയത്ത് നേരം വെളുത്താൽ അതിന്റെ അവോളം ആൾക്കാരെ കൊല്ലുക എന്നുള്ളതല്ല, മനസ്സിലായി. ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ്. ഇതിങ്ങനെ സ്നൈപ്പർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് ആ ഒരു അങ്ങനത്തെ ഒരു സ്നൈപ്പറിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കും, അതൊക്കെയാണ് ഈ സീരീസിൽ പറഞ്ഞത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് പോകുന്നത് പറഞ്ഞ സമയത്ത് ഇത് സ്ലോ പേസ് ആണ്. സ്ലോ പേസ് ആണെന്നുള്ളത് മാത്രമല്ല, ഈ ബിയാൻക എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു ഫാമിലി കാര്യങ്ങൾ ഇതിൽ ഈ സീരീസിൽ കാണിക്കുന്ന സമയത്ത് വളരെ ക്ലീശയ സാധനം. അതായത് ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ എപ്പോഴും ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു FBI ഏജന്റിന്റെ ഫാമിലി എന്താണ് ഏത് സിനിമയിലും സീരീസിലും കാണിക്കുക, അത് തന്നെ ഇവിടെ കാണിക്കണം. പക്ഷെ നേരെ മറിച്ച് ഈ സ്നൈപ്പർ ഉണ്ടല്ലോ, ഈ സ്നൈപ്പറിന്റെ ഫാമിലി കാര്യങ്ങൾ കാണിക്കുന്നത് ഫുള്ള് വെറൈറ്റിയാണ്. ഓക്കെ, പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എനിക്ക് ആകെ ഒരു പോരായ്മ എന്ന് തോന്നിയത്, ഒന്ന് ഇങ്ങനത്തെ ഒരു സാധനം ഈ ഒരു വെബ് സീരീസ് ഇനിയും ആക്കാൻ പറ്റുമായിരുന്നു, മനസ്സിലായില്ല. കാരണം ഇതിൽ ഈ 10 എപ്പിസോഡ് ഉണ്ട്. ഈ 10 എപ്പിസോഡ് എന്ന് പറഞ്ഞ സമയത്ത് ഇതിൽ ഇനിയും 3-4 മിഷൻസ് ഇവർക്ക് ആഡ് ചെയ്യാമായിരുന്നു. ഈ സ്നൈപ്പർ ഓരോ മിഷൻ ഏറ്റെടുത്തിട്ട് പോണതാണല്ലോ. അപ്പൊ അതിലൊരു 3-4 മിഷൻസ് ആഡ് ചെയ്യാനുള്ള റൂം, അതിന്റെ ടൈം ഈ ഒരു സീരീസിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവർ ചെയ്തിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരു സ്പീഡ് കുറവ് ഈ ഒരു വെബ് സീരീസിൽ ഉണ്ട്. അത് ചില സമയങ്ങളിൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ബോറടിക്കണില്ല, ഒരു സ്ലോ പേസിലാണ് പോകുന്നതെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും, മനസ്സിലായില്ല. അപ്പോൾ ഓരോ എപ്പിസോഡ് ഉടനീളം ത്രില്ലിംഗ് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്നൈപ്പിംഗ് ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കിണ്ണം കാഴ്ച സാധനങ്ങൾ ഇതിലുണ്ട്. നമ്മൾ സ്നൈപ്പർ എന്ന് പറഞ്ഞ സമയത്ത് എന്താണെന്നറിയോ, ഇതിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഏറ്റവും ഗംഭീരം. ബാക്കിയുള്ളത് പിന്നെ നമ്മൾ വേറെ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് വെക്കാം. പക്ഷെ ഇതിന്റെ ഡീറ്റെയിലിംഗ് ഗംഭീര ഡീറ്റെയിലിംഗ്. ഇത് നമ്മൾ ഈ സ്നൈപ്പർ ഷോട്ട് അല്ലെങ്കിൽ സ്നൈപ്പർമാർ ഷോട്ട് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ PUBG കളിക്കുന്ന പോലത്തെ സംഭവമല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വിൻഡാണ്. ഇത് ഈ സ്നൈപ്പറിന്റെ ഒന്നാമത് സ്നൈപ്പർ റൈഫിൽ യൂസ് ചെയ്യണ ബുള്ളറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സാധനമാവും. ഈ ലൈറ്റ് ആയിട്ടുള്ള ബുള്ളറ്റ് ആയതുകൊണ്ട് കുറച്ച് ചെറിയ കാറ്റിൽ അങ്ങ് ഡീബേറ്റ് ചെയ്ത് ഇങ്ങനെ പോകും ബുള്ളറ്റ്. അപ്പൊ ആ വിൻഡിന്റെ ഒരു ദിശ അല്ലെങ്കിൽ എത്ര വിൻഡ് അടിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം ഈ സ്നൈപ്പിംഗ് ഷോട്ട് എടുക്കാൻ. ഈ സ്നൈപ്പർ ഈ ഷോട്ട് എടുക്കണം, എന്നിട്ട് കൊള്ളണമല്ലോ. അതാണ് കൊണ്ടില്ലെങ്കിൽ പിന്നെ മൂഞ്ചല്ലോ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ, അങ്ങനത്തെ കുറെ ഡീറ്റെയിലിങ് ഈ ഒരു എന്താ പറയാ വെബ് സീരീസിലുണ്ട്, മനസ്സിലായില്ല. പിന്നെ ചില സമയത്ത് ഇവര് തോക്ക് കൊണ്ടുപോകുന്നുണ്ട്, ഷൂവിന്റെ ഉള്ളിലൊക്കെ വെച്ച് തോക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ ശരിക്കും നടക്കുമെന്നുള്ള എനിക്കറിയില്ല. പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഇവര് വളരെ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട്, മനസ്സിലായില്ല. പിന്നെ ഇത് ചില സാധനങ്ങൾ ഈ സ്നൈപ്പറിന്റെ ചില ഷോട്ടുകൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് 9ാമത്തെ എപ്പിസോഡിൽ ഒരു ഷോട്ട് എടുത്തിട്ട് ആ 9ാമത്തെ എപ്പിസോഡ് തീരാൻ നേരത്ത് എന്താ, ഞാൻ 3-4 പ്രാവശ്യം ബാക്ക്വേർഡ് അടിച്ചിട്ട് കണ്ട് ഞാനത് എന്താ ഷോട്ട് കിഡിനം സാധനം. അതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് കാണണ്ടേ. അങ്ങനെ തലക്കടിച്ച് കയറും ആ ഷോട്ട്. പക്ഷെ ആ ഷോട്ട് എങ്ങനെ എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞില്ല, അത് പറഞ്ഞേക്കാ ത്രില്ല് പോകും അത് കാണാത്തവർക്ക്. അങ്ങനെ ഇതൊരു ബോട്ടിൽ നിന്നിട്ടുള്ള ഷോട്ടാണ്. ബോട്ടിൽ നിന്ന് 2 ഷോട്ട് ഉണ്ട്. മറ്റേത് കുഴപ്പമില്ല, പക്ഷെ ഇത് ഒരു കിണ്ണം കാച്ചൊരു സാധനമുണ്ട് 9ാമത്തെ എപ്പിസോഡിൽ. ആ ബോട്ട് പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇളകുമല്ലോ, ഈ വെള്ളം ഇങ്ങനെ ഇളകുമ്പോൾ ബോട്ടും ഇങ്ങനെ ഇളകുമല്ലോ. അവർ ആ സമയത്ത് ഈ തോക്ക് പിടിച്ചിട്ട് ഒരു ഒമിന്റെ ആപ്പോ എന്റെ മക്കളെ ഒരു ഷോട്ട് കിട്ടുമല്ലോ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കോ അങ്ങനെ ഒന്നും ശരിക്കും നടക്കൂല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു സ്നൈപ്പർ ഇതിന്റെ അപ്പുറം ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് ഗൂഗിളിലോ യൂട്യൂബിലോ ബെസ്റ്റ് സ്നൈപ്പിംഗ് ഷോട്ട് എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ അടിച്ച ഷോട്ടുകളെ എണ്ണം നിങ്ങൾക്ക് കാണാം. ഇതൊന്നും ഒന്നുമല്ല, വെബ് സീരീസിൽ കാണിച്ചൊന്നും ഒന്നുമല്ല, ശരിക്കും റിയൽ ലൈഫിൽ സ്നൈപ്പർമാർ ഷോട്ട് എടുക്കും. അപ്പൊ ഈ ഒരു സാധനം കാണുമ്പോൾ നമുക്ക് വിശ്വാസക്കുറവ് തോന്നും ചിലവർക്ക്. പക്ഷെ അത് ശരിക്കും ഒരു സ്കിൽഡ് സ്നൈപ്പറിന് ചെയ്യാനുള്ള സംഭവമേ ഉള്ളൂ. അതുകൊണ്ടാണ് റിയലിസ്റ്റിക് ഷോട്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണം. പക്ഷെ ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളത്തിന്റെ അടിയിലുള്ള ഒരു കുറച്ച് സംഭവം ഉണ്ട്. ഇതിന്റെ പൊന്നു മക്കളെ എന്താ ഷോട്ട് എന്നറിയോ, ആ ഷോട്ട് എടുത്ത പാട് ഒരു BGM ഉണ്ട്. ആ ഷോട്ട് എടുത്ത പാട് എടുത്തിട്ട് കുറച്ച് മൊമെന്റ്സ് ഉണ്ട് കഴിയുന്ന സമയത്ത് ഒരു കിടിലം BGM ഉണ്ട്. ഒന്നാമത് ഇതിന്റെ BGM ഒട്ടം നീളം ഗംഭീരമാണ്. അതേ ഒരു ഗ്ലാസ്സിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു BGM വേറെ ഉണ്ട്. ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മ്യൂസിക് ആണ് അത്. കിടിലം സാധനം. ആ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇതാണ്. പിന്നെ സ്നൈപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് അവനക്ക് രക്ഷപ്പെട്ടാൽ മതി, അതിൽ ആര് മരിക്കണം ആര് ജീവിക്കണം അതൊന്നും അവർക്ക് വിഷയമല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, മനസ്സിലായില്ല. പിന്നെ ഈ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളുണ്ടല്ലോ, ആ ആളെ പെർഫോമൻസ് അന്യായ പെർഫോമൻസ്. അതായത് ഈ സ്നൈപ്പർ ഈ ഷോട്ട് എടുത്തിട്ട് സാധാരണക്കാരനെ പോലെ പുറത്തേക്ക് പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നുമല്ലോ. പക്ഷെ ആ സമയത്തുള്ള ഒരു ബോഡി ലാംഗ്വേജ്, ഇയാളെ ഡയലോഗ് ഡെലിവറി എന്നൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടറിഞ്ഞ സാധനം. പിന്നെ ആ ക്യാരക്ടറിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചത് മറ്റേ പറഞ്ഞാണ് ഏത് മണിയേഴ്സിൽ ടോക്കിയോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പെണ്ണുണ്ടല്ലോ. കിടിലൻ ലുക്കാണ്, കിടിലൻ സ്ക്രീൻ പ്രസൻസും ആണ്, കിടിലൻ ആക്ടിംഗ്. മണിയേഴ്സ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാലോ മുപ്പത്തേരി എത്രമാത്രം പെർഫോം ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ. മുപ്പത്തേരത് ഇങ്ങനെ ആദ്യമൊക്കെ കണ്ടപ്പോൾ വലിയ ഒരു സ്ക്രീൻ ടൈം ഉള്ള ഒരു ക്യാരക്ടറായിട്ട് തോന്നിയില്ല. പക്ഷെ അത് വെബ് സീരീസ് മുന്നിലേക്ക് പോകും തോറും
അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ട് ഈ ഒരു 37 എനിക്ക് ശരിക്കുള്ള പേര് ടോക്കിയോ എന്ന് പറയാം. ടോക്കിയോന്റെ ക്യാരക്ടർ അതിൽ മാറുന്നുണ്ട്, മനസ്സിലായില്ല. പക്ഷേ അത് ചില ക്ലോസപ്പ് ഷോട്ടിലൊക്കെ ഇടുന്ന എക്സ്പ്രഷൻസ് ഒക്കെ കിട്ടുവാണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇതിൽ വേറൊരു മെയിൻ ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നൈപ്പറിനെ പിടിക്കാൻ നടക്കുന്ന ബിയാൻക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. കിഡിലം പെർഫോമൻസ് ചെയ്യുന്നു, കിഡിലം പെർഫോമൻസ്. അതായത് ചില മിക്ക ഇമോഷൻസും പുറത്ത് കാണിക്കാത്ത ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ബിയാൻക എന്ന് പറഞ്ഞത്. ആ സമയം അത് കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്, കിഡിലൻ പെർഫോമൻസ്. പക്ഷെ അത് വല്ലാത്തൊരു എൻഡിങ് ആണ് ഈ ഒരു വെബ് സീരീസിന്. ഞാൻ തീരെ പ്രിഡിക്ട് ചെയ്യാം. ചിലരൊക്കെ പറഞ്ഞു ഭയങ്കര പ്രഡിക്റ്റബിൾ എൻഡിങ് ആണ്, അപ്പൊ എന്ത് ബുദ്ധി വെച്ചാൽ ആലിക്കണമെന്നുള്ള എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം പറയുന്നത് 1971 നോവൽ ഇറങ്ങിയതാണ്. അത് സിനിമ ആയിട്ട് ദി ഡേ ഓഫ് ദി ജാക്കൽ എന്ന് പറഞ്ഞ സിനിമ തന്നെ 1973 ഇറങ്ങി, മനസ്സിലായില്ല. അപ്പൊ 1973 ഇറങ്ങിയ മൂവിയിൽ വന്നിട്ടുള്ള ചില സീൻസ് ഒക്കെ ഇതിലുണ്ട്, മനസ്സിലായി. പിന്നെ പ്രത്യേകിച്ച് തോക്കിന്റെ സ്കോപ്പ് ഉണ്ട്, അവിടെ സ്നൈപ്പറിന്റെ തോക്കിന്റെ മേലെ വെക്കുന്ന സ്കോപ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സീനൊക്കെ ഈ വെബ് സീരീസിലുണ്ട്. അത് ശരിക്കും സിനിമയിലുള്ളതാണ്. അപ്പൊ അങ്ങനെ എത്ര സീനുകൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെ നോവലൊന്നും ഞാൻ അങ്ങനെ വായിക്കലില്ല. ഒരു നോവലിന്റെ അഡാപ്റ്റേഷൻ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ സിനിമ കണ്ടു, ഈ വെബ് സീരീസ് ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഫ്രഷ് എക്സ്പീരിയൻസ് ആണ്. ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് കണ്ടിരിക്കാൻ വേണ്ടി ചാൻസ് കുറവാണ്. 1973 ഇറങ്ങിയ പടല്ലേ. അപ്പൊ അത് ഇനിയിപ്പോ നോവൽ വായിച്ചവർക്കും എത്രത്തോളം ഇത് എന്താ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുള്ള എനിക്കറിയില്ല. പക്ഷെ ഇതൊന്നും അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഞാൻ ഫ്രഷ് ആയിട്ട് ഇരുന്ന് കണ്ട ഒരു വെബ് സീരീസ് ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ടെക്നിക്കലി ഈ വെബ് സീരീസ് കിഡുമാണ്, എസ്പെഷ്യലി സ്ക്രീൻ പ്ലേ ഒക്കെ പിൻ പോയിന്റ് ആക്യുറേറ്റ് ആണ്. പക്ഷെ ഒരേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇഞ്ഞു ഗംഭീരാക്കിയിരുന്നു, മനസ്സിലായി. ഇപ്പൊ നമ്മൾ ഈ മണി ഹേസ്റ്റ് ഒക്കെ കാണുന്ന സമയത്ത് അപ്പൊ ഓരോ ഇൻസിഡൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഒരു എപ്പിസോഡിൽ ആ ബാങ്കിന്റെ ഉള്ളിൽ ഇരിക്കണവർ രണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻസിഡൻസ് ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കണ ഒരു വെബ് സീരീസ് ആണ് മണി ഹേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ ദി പെൻഗ്വിൻ എന്ന് പറഞ്ഞ വെബ് സീരീസ് ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്, ഓരോ ഇൻസിഡൻസ് ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ നിങ്ങൾക്ക് തീരെ ബോറടിക്കാതെ സമയം പോണ അറിയാതിരുന്ന് നമ്മൾ ആ വെബ് സീരീസ് ഒക്കെ കാണുന്നത്. ഞാനൊക്കെ മണി ഹേസ്റ്റ് ഒക്കെ 2-3 ദിവസം കൊണ്ടാണ് ഒരു സീസണൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ ഇരുന്ന് കണ്ട് തീർത്തിട്ടുണ്ട്. ഇത് ഈ സമയം പോണ അറിയാത്തോണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഇതിലില്ല. പക്ഷെ അങ്ങനെ ആക്കാമായിരുന്നു. അതാണ് ഒരു 3-4 ഓരോ എപ്പിസോഡിൽ 1-2 ഇൻസിഡൻസ് ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മിഷൻസ് കൂടുതൽ മൊത്തത്തിൽ ഒരു 3-4-5 മിഷൻസ് ഇവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിരുന്നു. പക്ഷെ ആ സമയത്ത് ഇവര് വേറെ എന്തൊക്കെയാണ് കാണിച്ചത്. അതാണ് ആകെ എനിക്ക് പോരായിരുന്നു, ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ എന്ന് തോന്നിയ ഒരു മേഖല. പക്ഷെ അതല്ലാതെ ഇല്ലാന്ന് വിചാരിച്ചിട്ട് വെബ് സീരീസ് ഒട്ടും അടിയൊക്കെ പോയിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ മേലേക്ക് പോകാൻ പറ്റുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു പോരായ്മ മാത്രമേ ഈ വെബ് സീരീസിലേക്ക് പറയാനുള്ളൂ. അതല്ലാതെ ഗംഭീര സാധനം തന്നെയാണ് ദി ഡേ ഓഫ് ദി ജാക്കൽ എന്ന് പറഞ്ഞ വെബ് സീരീസ്. നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക.